ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു റിയലിസ്റ്റിക് AI ഇൻഫ്ലുവൻസറിനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് ഐറ്റാന ലോപ്പസ്. മാസം 9 ലക്ഷം രൂപയാണ് ഈ AI ഇൻഫ്ലുവൻസർ ഉണ്ടാക്കുന്നത്. അതിന്റെ ഒരു മലയാളി വേർഷനാണ് യശ്വതി അച്ചു. സാധാരണ ഒരു ഇൻസ്റ്റാ ഇൻഫ്ലുവൻസറിനെ പോലെ ഈ AIക്ക് റീൽസും ഫോട്ടോസും എല്ലാം പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ മലയാളി AI ഇൻഫ്ലുവൻസറിന് ഓൾറെഡി ബ്രാൻഡ് ഡീൽസും കൊളാബറേഷൻസും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു AI ഇൻഫ്ലുവൻസറിനെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കാം. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും, നിങ്ങളുടെ സമയം പോലെ കണ്ടു തീർത്താൽ മതി. ഈ വീഡിയോയിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നോക്കാം. ആദ്യമേ വൈ ആൻ AI ഇൻഫ്ലുവൻസർ, നിങ്ങൾ എന്തുകൊണ്ടൊരു AI ഇൻഫ്ലുവൻസറിനെ ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് ആ AI ഇൻഫ്ലുവൻസറിനെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾ പഠിക്കും. ഈ ഉണ്ടാക്കിയ AI ഇൻഫ്ലുവൻസറിനെ എങ്ങനെ മോണിറ്റൈസ് ചെയ്യാമെന്ന് അടുത്ത് പഠിക്കും. അത് കഴിഞ്ഞ് വീഡിയോയുടെ അവസാനം നിങ്ങൾ ഉണ്ടാക്കിയ ഈ AI ഇൻഫ്ലുവൻസറുടെ ഗ്രോത്ത് എങ്ങനെ 10x ഫാസ്റ്റ് ആക്കാമെന്ന് പറഞ്ഞുതരാം. ഇത്രയും ടോപ്പിക്സ് ആണ് ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. വൈ ആൻ AI ഇൻഫ്ലുവൻസർ, നിങ്ങൾ എന്തിനൊരു AI ഇൻഫ്ലുവൻസറിനെ ഉണ്ടാക്കണം. ഒരു നോർമൽ ഇൻഫ്ലുവൻസറിനേക്കാളും എന്ത് ബെനിഫിറ്റാണ് AI ഇൻഫ്ലുവൻസർ തരുന്നത്. AI ഇൻഫ്ലുവൻസറിനെ ഉണ്ടാക്കാൻ കുറച്ച് റീസൺസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. കണ്ടന്റ് ക്രിയേറ്ററിനെ പോലെ ബ്രാൻഡ് ഡീൽസും കൊളാബറേഷൻസും എല്ലാം നിങ്ങൾക്ക് വേണം. പക്ഷേ ഫേസ് കാണിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു AI ഇൻഫ്ലുവൻസറിനെ ഉണ്ടാക്കാം. വേറൊരു റീസൺ, നിങ്ങളൊരു ബ്രാൻഡാണ്, നിങ്ങളുടെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു AI ഇൻഫ്ലുവൻസറിനെ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ക്രിയേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. ബോട്ട് ഓൾറെഡി ഈ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടുണ്ട്. കൈറ ഒനിക് എന്ന് പറയുന്ന ഈ ഇൻഫ്ലുവൻസറിനെ വെച്ച് അവരുടെ പുതിയ സ്മാർട്ട് റിംഗ് ലോഞ്ച് ചെയ്തു. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിന് വേണ്ടി ഒരു AI ഇൻഫ്ലുവൻസറിനെ ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഒരു AI ഇൻഫ്ലുവൻസറിനെ ഉണ്ടാക്കാമെന്ന് പഠിക്കാം. AI ഇൻഫ്ലുവൻസറിനെ ഞാൻ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3. നമുക്ക് ലെവൽ 1 ഇൻഫ്ലുവൻസർ എന്താണെന്ന് നോക്കാം. വീഡിയോയുടെ ആദ്യമേ പറഞ്ഞ ഐറ്റാന ലോപ്പസ് ഒരു ലെവൽ 1 ഇൻഫ്ലുവൻസർ ആണ്. ഐറ്റാന ലോപ്പസ് ആണ് ഫസ്റ്റ് വൈറൽ AI ഇൻഫ്ലുവൻസർ. ഇവർ വൈറലായി കഴിഞ്ഞാൽ എല്ലാവരും എന്താണ് AI ഇൻഫ്ലുവൻസർ എന്നൊക്കെ അറിയാൻ തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം ഈ അക്കൗണ്ടിന് 342K ഫോളോവേഴ്സ് ഉണ്ട്. ഈ AI ഇൻഫ്ലുവൻസറിന്റെ ക്രിയേറ്റർ ഏകദേശം 9.3 lakhs പെർ മന്ത് ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ബ്രാൻഡ് കൊളാബറേഷൻസ് ആണ് മെയിൻലി, അല്ലാതെ ഒൺലി ഫാൻസ് പോലെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് സെൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ AI ഇൻഫ്ലുവൻസർ ലെവൽ 1? കാരണം ഈ അക്കൗണ്ടിൽ മോസ്റ്റ്ലി എല്ലാ ഇമേജസ് ആണ് വരുന്നത്. ഇങ്ങനൊരു AI ഇൻഫ്ലുവൻസർ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇവിടെ ഫേസ് എല്ലാ ഇമേജിലും ഒന്നാണോ വരുന്നതെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം മതി. നിങ്ങൾക്ക് ഇങ്ങനൊരു AI ഇൻഫ്ലുവൻസറാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ലെവൽ 1 ട്യൂട്ടോറിയൽ ഫോളോ ചെയ്താൽ മതി. നമുക്കിനി ലെവൽ 2 ഇൻഫ്ലുവൻസർ എന്താണെന്ന് നോക്കാം. കൈറ ഒനിക്, ഇതാണ് ഫസ്റ്റ് ഇന്ത്യൻ AI ഇൻഫ്ലുവൻസർ. ഇപ്പോൾ ഏകദേശം 255K ഫോളോവേഴ്സ് ഉണ്ട് ഈ അക്കൗണ്ടിൽ. നമ്മൾ ആദ്യമേ പറഞ്ഞ ബോട്ടിന്റെ പാർട്ണർഷിപ്പ് ഒക്കെ ചെയ്തത് ഈ ഇൻഫ്ലുവൻസർ ആണ്. മെയിൻലി ഈ അക്കൗണ്ട് മോണിറ്റൈസ് ചെയ്യുന്നത് ബ്രാൻഡ് പാർട്ണർഷിപ്പും പെയ്ഡ് കൊളാബറേഷനുമാണ്. ബോട്ട് അല്ലാതെ റിയൽമിയുടെ കൂടെ ഈ അക്കൗണ്ട് കൊളാബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ അക്കൗണ്ട് ലെവൽ 2? ഒരു ലെവൽ 2 ഇൻഫ്ലുവൻസർ ആണെങ്കിൽ കൺസിസ്റ്റന്റ് ഫേസ് മാത്രം പോരാ, കൺസിസ്റ്റന്റ് ബോഡിയും വേണം. എല്ലാ ഇമേജിലും ഏകദേശം ഒരേപോലത്തെ ബോഡിയും വേണം, ഫേസും വേണം. ലെവൽ 1 ഫേസ് മാത്രം സെയിം ആയാൽ മതി. ലെവൽ 2 ബോഡിയും സെയിം ആകണം, ഫേസും സെയിം ആകണം. ഈ ഇൻഫ്ലുവൻസറിന് കൺസിസ്റ്റന്റ് ഫേസും ഉണ്ട്, കൺസിസ്റ്റന്റ് ബോഡിയും ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനൊരു AI ഇൻഫ്ലുവൻസറെ ഉണ്ടാക്കണമെങ്കിൽ ലെവൽ 2 ട്യൂട്ടോറിയൽ ഫോളോ ചെയ്താൽ മതി. ഇനി നമുക്ക് എന്താണ് ലെവൽ 3 ഇൻഫ്ലുവൻസർ എന്ന് നോക്കാം. ലെവൽ 3 ഇൻഫ്ലുവൻസർ ഒരു എക്സാമ്പിളാണ് അശ്വതി അച്ചു AI. ഇതാണ് ഫസ്റ്റ് മലയാളി AI ഇൻഫ്ലുവൻസർ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 46.5K ഫോളോവേഴ്സ് ഉണ്ട് ഈ AIക്ക്. ഓൾറെഡി ഈ അക്കൗണ്ട് മോണിറ്റൈസ്ഡ് ആണ്. പെയ്ഡ് കൊളാബറേഷൻ വഴിയാണ് ഈ അക്കൗണ്ട് മെയിൻലി മോണിറ്റൈസ് ചെയ്യുന്നത്. ഈ ഇൻഫ്ലുവൻസർ ഈ ഇടയ്ക്ക് ഓക്സിജനുമായി ഒരു പെയ്ഡ് പാർട്ണർഷിപ്പ് ചെയ്തായിരുന്നു. ഇനി എങ്ങനെയാണ് ഈ അക്കൗണ്ട് ലെവൽ 3 ഇൻഫ്ലുവൻസർ ആയത് നമുക്ക് നോക്കാം. ലെവൽ 1 എല്ലാ ഇമേജിലും ഒരേ ഫേസ് മാത്രം കൊണ്ടുവന്നാൽ മതി. ലെവൽ 2 ആകുമ്പോഴേക്കും എല്ലാ ഇമേജിലും ഫേസും ബോഡിയും കൊണ്ടുവരണം. പക്ഷേ ലെവൽ 3 ആകുമ്പോൾ ഇമേജസിൽ മാത്രം ബോഡിയും ഫേസും ഒരുപോലെ കൊണ്ടുവന്നാൽ പോരാ, വീഡിയോസിലും കൊണ്ടുവരണം. ഈ അക്കൗണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ അക്കൗണ്ടിൽ ഒരു റീൽ കണ്ടു നോക്കാം. ഇതുപോലത്തെ റിയലിസ്റ്റിക് റീൽസ് ആണ് അവരെല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എങ്ങനെയാണ് ഇത്രയും റിയലിസ്റ്റിക് റീൽസ് ചെയ്യുന്നത്? ശരിക്കും ഈ വീഡിയോയുടെ ഒക്കെ ബാക്കിൽ ഒരു റിയൽ പേഴ്സൺ ഉണ്ട്. ഈ റിയൽ പേഴ്സൺ ആയിരിക്കും ഈ റീൽസ് ഒക്കെ എടുക്കുന്നത്. എന്നിട്ട് ആ വീഡിയോ ഡീപ് ഫേക്ക് ചെയ്ത് AI ഇൻഫ്ലുവൻസറിന് ഫേസ് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലൊരു AI ഇൻഫ്ലുവൻസറെ ഉണ്ടാക്കണമെങ്കിൽ ലെവൽ 3 ട്യൂട്ടോറിയൽ ഫോളോ ചെയ്താൽ മതി. ട്യൂട്ടോറിയൽ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു റിയാലിറ്റി ചെക്ക് നടത്താം. ഇത് കണ്ടിട്ട് നിങ്ങൾ പോയി ഒരു AI ഇൻഫ്ലുവൻസറിനെ ഉണ്ടാക്കിയാൽ സക്സസ് ആകുമോ? ഇറ്റ് ഡിപ്പെൻസ്. ഈ പറഞ്ഞ ഏത് AI ഇൻഫ്ലുവൻസർ എടുത്ത് നോക്കിയാലും അതിൻ്റെ മാർക്കറ്റിംഗ് നല്ലതുകൊണ്ടാണ് ക്ലിക്ക് ആയത്. പറഞ്ഞു വരുന്നത് ഇതിൽ സക്സസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഡ്ജ് വേണം. എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അഡ്വാൻറ്റേജ്. ഇപ്പം നിങ്ങൾക്ക് ഒന്നുകിൽ ഈ AI ഇൻഫ്ലുവൻസറിനെ പോലെ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റണം നല്ലപോലെ. കറക്റ്റായി നിങ്ങളുടെ AI ഇൻഫ്ലുവൻസറിനെ പൊസിഷൻ ചെയ്ത് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ടന്റ് ഇറക്കിയാൽ ക്ലിക്ക് ആകാം. അടുത്ത എഡ്ജാണ് ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഈ AI ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് ആദ്യമേ തുടങ്ങി എന്തെങ്കിലും വെറൈറ്റി ആയി ചെയ്താൽ ക്ലിക്ക് ആകാൻ പറ്റും. അടുത്ത എഡ്ജാണ് അൾട്രാ ഫാസ്റ്റ് കണ്ടന്റ് ക്രിയേഷൻ. ഇത് വരുൺ വയ്യ. പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് പുള്ളി ഇപ്പോൾ AI അവതാർ വെച്ചാണ് ചെയ്യുന്നത്. പുള്ളി ഇപ്പോൾ ഒരു വീഡിയോ പോലും ഷൂട്ട് ചെയ്യുന്നില്ല, ഫുൾ AI ആണ്. സാധാരണ ഒരു ക്രിയേറ്റർ കണ്ടന്റ് ഇടാൻ 2-3 ദിവസം എടുക്കുമ്പോൾ വരുണിൻ്റെ AI അവതാരണം വെറും 15 മിനിറ്റിൽ പോസ്റ്റ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് സ്പീഡിൽ കണ്ടന്റ് ഇറക്കാൻ പറ്റുമെങ്കിൽ അതൊരു എഡ്ജായി യൂസ് ചെയ്യണം. അടുത്താണ് ഹൈപ്പർ ഫോക്കസ്ഡ് നീഷ്. നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഏതെങ്കിലും ഒരു നീഷ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ടൈപ്പ് AI ഇൻഫ്ലുവൻസറേ ഉള്ളൂ. അതിലോട്ട് എന്തെങ്കിലും നീഷ് ആഡ് ചെയ്യണം. ഫൈനാൻസ് AI ഇൻഫ്ലുവൻസർ, ടെക്, ഗെയിമർ, ഫിറ്റ്നസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നീഷ് ആഡ് ചെയ്താൽ ക്ലിക്ക് ആകാൻ പറ്റും. ഇനി നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് പോകാം. ഇനി നമുക്ക് ലെവൽ 1 AI ഇൻഫ്ലുവൻസർ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം.
ഈ ലെവലിൽ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഇമേജിലും ഒരേ ഫേസ് വരണം. നമ്മുടെ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ നിങ്ങളുടെ ഇൻഫ്ലുവൻസറിൻ്റെ ബേസ് ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ ആദ്യമേ ഉണ്ടാക്കിയ ഈ ബേസ് ഇമേജിലെ ക്യാരക്ടർ ആയിരിക്കും നിങ്ങളുടെ AI ഇൻഫ്ലുവൻസർ. ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ട്യൂട്ടോറിയൽ കാണിച്ചു തരുന്നുണ്ട്. ലെവൽ 1 ഇൻഫ്ലുവൻസറെ നമ്മൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ടൂൾസ് പിനോക്കിയോ, ഫോക്കസ്. പിനോക്കിയോ എന്താണെന്ന് സിമ്പിളായി പറഞ്ഞാൽ AI ടൂളിന് വേണ്ടിയുള്ള ഒരു പ്ലേ സ്റ്റോർ. ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഒരു AI ഇമേജ് ജനറേഷൻ മോഡലാണ്. മിഡ് ജേണിയൊക്കെ പോലൊരു ഇമേജ് ജനറേറ്റ് ചെയ്തിരുന്ന ഒരു മോഡലാണ് ഫോക്കസ്. ഇത് രണ്ടും നമ്മുടെ PC-യിൽ ഫ്രീ ആയി റൺ ചെയ്യിക്കാൻ പറ്റും. നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് പോകാം. ആദ്യമേ നമുക്ക് വേണ്ട ടൂൾസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ആദ്യം പിനോക്കിയോ ഡൗൺലോഡ് ചെയ്യേണ്ടത്. pinocchio.computer എന്ന സൈറ്റിൽ പോയാൽ നമുക്ക് ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സാധാരണ ഫോക്കസ് കൊടുത്ത AI മോഡലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കോഡൊക്കെ അറിയണം. പക്ഷേ ഈ പിനോക്കിയോ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന പോലെ നമുക്ക് ഈ AI മോഡലൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനാണ് നമ്മൾ പിനോക്കിയോ യൂസ് ചെയ്യുന്നത്. pinocchio.computer പോയി ആദ്യമേ ഇവിടുന്ന് പിനോക്കിയോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. സിമ്പിളാണ്. നിങ്ങളിപ്പോൾ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ് വേണ്ടത് ഡൗൺലോഡ് ചെയ്യുക. മാക്ക് ആണെങ്കിൽ മാക്കിന് വേണ്ടത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. പിനോക്കിയോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട AI മോഡൽസ് എല്ലാം ഡൗൺലോഡ് ചെയ്യും. നമ്മൾ ഒരു ക്ലിക്ക് മാത്രം ചെയ്താൽ മതി. നമുക്ക് വേണ്ട AI മോഡൽസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് തരും. നമുക്ക് ലെവൽ 1 ഇൻഫ്ലുവൻസർ ഉണ്ടാക്കാൻ വേണ്ട മോഡൽ എന്ന് പറഞ്ഞാൽ ഫോക്കസ് ആണ്. ആദ്യം നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് ഡിസ്കവറിൽ പോവുക, എന്നിട്ട് ഫോക്കസ് സെർച്ച് ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് കൊടുക്കുക. പിന്നെ ഡൗൺലോഡ് കൊടുക്കുക. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഫോക്കസ് എന്ന് പറഞ്ഞ് വന്ന് കിടക്കും. ഇവിടുന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് സ്റ്റാർട്ട് ആവും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇതാണ് ഫോക്കസിൻ്റെ ഇൻ്റർഫേസ്. സിമ്പിൾ ഇൻ്റർഫേസ് ആണ്. നമ്മളിവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇമേജ് ജനറേറ്റ് ആകുന്നു. അത്രേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ AI ഇൻഫ്ലുവൻസറിൻ്റെ ബേസ് ഇമേജ് ഉണ്ടാക്കണം. ഇവിടെ ആദ്യമേ നിങ്ങൾ ഈ അഡ്വാൻസ്ഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ സ്റ്റൈൽ ടാബ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ സ്റ്റൈലുണ്ട്. ഈ ഫോക്കസ് എൻഹാൻസ്, ഫോക്കസ് V2, ഫോക്കസ് ഷാർപ്പ്. ഈ ഫോക്കസ് ഫോട്ടോഗ്രാഫ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്ര ഉള്ളൂ ഇവിടെ ചെയ്യാണ്ട്. വേറെ ഒന്നും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണ്ട. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ട പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ലെവൽ 1-ലെ ഫസ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ AI ഇൻഫ്ലുവൻസറിൻ്റെ ബേസ് ഇമേജ് ജനറേറ്റ് ചെയ്യാനുണ്ട്. അതാണ് നമ്മളിവിടെ ആദ്യമേ ചെയ്യാൻ പോകുന്നത്. ഇവിടെ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ജനറേറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇമേജ് കിട്ടും. നിങ്ങൾക്ക് എങ്ങനത്തെ AI ഇൻഫ്ലുവൻസറിനെയാണ് വേണ്ടത് അതിങ്ങനെ പ്രോംപ്റ്റ് ക്ലിയറായി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഞാൻ എൻ്റെ പ്രോംപ്റ്റിൽ ഇങ്ങനത്തെ AI ഇൻഫ്ലുവൻസറിനെയാണ് വേണ്ടത്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജനറേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ AI ഇൻഫ്ലുവൻസറിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് പ്രോംപ്റ്റിൻ്റെ എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് യൂസ് ചെയ്യാം. നമുക്ക് ജനറേറ്റ് ചെയ്ത് നോക്കാം. ഫ്രീ ജനറേറ്റ് ആകാൻ കുറച്ച് സമയം എടുക്കും. നിങ്ങളുടെ PC അനുസരിച്ചിരിക്കും. ഒരു പവർഫുൾ PC ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജനറേറ്റ് ആയി കിട്ടും. ഇവിടെ നമ്മുടെ ഇമേജ് ജനറേറ്റ് ആയി വരുന്നുണ്ട്. ഒരു ജനറേഷനിൽ തന്നെ 2 ഇമേജ് ജനറേറ്റ് ആവും. ഇവിടെ ഒന്നാമത്തെ ഇമേജ് ജനറേറ്റ് ആയതുകൊണ്ട് രണ്ടിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ സെലക്ട് ചെയ്യും. നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല പിന്നെയും പ്രോംപ്റ്റുമായിട്ട് ജനറേറ്റ് ചെയ്യുക, ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വരെ ഇവിടുന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഈ ബേസ് ഇമേജ് ആയിരിക്കും നിങ്ങളുടെ AI ഇൻഫ്ലുവൻസറിൻ്റെ ഫേസ്. ഇവിടെ ഇതുപോലെ 2 ഫോട്ടോ ജനറേറ്റ് ആകുന്നു. എനിക്ക് ഈ ഫേസ് ആണ് ഇഷ്ടപ്പെട്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ സെയിം ഫേസുള്ള കുറേ ഇമേജസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മൾ ഈ ഇൻപുട്ട് ഇമേജ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഇമേജ് പ്രോംപ്റ്റ് ടാബിലോട്ട് പോവുക. ഇവിടെ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ അഡ്വാൻസ്ഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം. ഇവിടെ നമ്മൾ ഫേസ് വാപ്പ് കൊടുക്കുക. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇതാണ് നമ്മുടെ AI ഇൻഫ്ലുവൻസറിൻ്റെ ഫേസ്. നമ്മൾ വേറൊരു ഇമേജ് ജനറേറ്റ് ചെയ്യുമ്പോഴേക്കും ആ ഫേസിലേക്ക് ആ ഇമേജിൻ്റെ ഫേസ് ഇതുമായിട്ട് നമ്മൾ സ്വാപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ ഒരു പുതിയ പ്രോംപ്റ്റ് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് എൻ്റെ ഈ AI ഇൻഫ്ലുവൻസർ ബീച്ച് നിൽക്കുന്നൊരു ഇമേജാണ് വേണ്ടത്. അപ്പോൾ അത് ഈ പ്രോംപ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ജനറേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ലെവൽ 1-ലെ പ്രോസസ്സ് ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മുടെ AI ഇൻഫ്ലുവൻസറിൻ്റെ ബേസ് ഇമേജ് ക്രിയേറ്റ് ചെയ്തു. സെലക്ട് ചെയ്ത ബേസ് ഇമേജ് വെച്ച് നമ്മൾ വേറെ ഇമേജസ് ജനറേറ്റ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് ജനറേറ്റ് ആയി വരുന്നുണ്ട്. ഇവിടെ ഒന്നാമത്തെ ഇമേജ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ 2 ഇമേജ് ജനറേറ്റ് ആയിട്ടുണ്ട്. എനിക്കിതിൽ ഒന്നുകൂടെ കറക്റ്റായിട്ട് തോന്നിയ ഒന്നാമത്തെ ഇമേജാണ്. നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഈ AI മോഡൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഈ AI മോഡൽ ഇപ്പോൾ ഒരു കണ്ണാടി കൊടുക്കണം. ഈ സെയിം ഇമേജിൻ്റെ ഒരു കണ്ണാടി വെച്ച് പോലെ ആകണം. ഇങ്ങനെ ആക്കണമെങ്കിൽ നമുക്ക് ഇൻപെയിൻറ്റ് ടാബിലോട്ട് പോവുക. ഇപ്പോൾ നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്ത ഇമേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ എവിടെയാണോ വേണ്ടത് അവിടെ കണ്ണിൻ്റെ അവിടെ നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ പുതിയ പ്രോംപ്റ്റ് ടൈപ്പ് കൊടുത്താൽ മതി.
എനിക്കൊരു സൺഗ്ലാസ് ആണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ ഇവിടെ സൺഗ്ലാസിൻ്റെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജനറേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ സൺഗ്ലാസ് വെച്ച് ഇമേജ് ജനറേറ്റ് ആയി വരുന്നുണ്ട്. ഈ ഇൻപെയിൻ്റ് ഔട്ട് പെയിൻറ്റ് വെച്ച് നിങ്ങൾക്ക് വേറൊരു ഗുണങ്ങളുണ്ട്. ഇങ്ങനെ ഇപ്പോൾ ചില സമയത്ത് ഫിംഗേഴ്സ് ഒന്നും കറക്റ്റായിട്ട് ജനറേറ്റ് ആകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻപെയിൻറ്റ് യൂസ് ചെയ്ത് നമുക്ക് അവിടെ മാർക്ക് ചെയ്തിട്ട് ഫിംഗേഴ്സ് ഒന്നുകൂടെ ജനറേറ്റ് ചെയ്യിക്കാം. ഈ ഫേസും ബാക്ക്ഗ്രൗണ്ടും ഒന്നും മാറാതെ ആ ഫിംഗേഴ്സ് മാത്രം പിന്നെ ജനറേറ്റ് ആയി കിട്ടും. ഇവിടെ സൺഗ്ലാസ് വെച്ച് ഒന്നാമത്തെ ഇമേജ് ജനറേറ്റ് ആയിട്ടുണ്ട്, രണ്ടാമത്തെ ഇപ്പോൾ ജനറേറ്റ് ആയി കിട്ടും. ഇത്രയും കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. 2 ഇമേജ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഇതിലും ബെറ്റർ ആയിട്ട് തോന്നി എനിക്ക് ഒന്നാമത്തെയാണ്. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുന്നതിന് വരെ ഇത് പിന്നെ റിപ്പീറ്റ് ചെയ്യുക, സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല, നിങ്ങൾക്ക് ടൈം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ PC ലോക്കലായിട്ട് റൺ ആകുന്നതുകൊണ്ട് ഞാൻ ഇത്രയും കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എനിക്ക് പറ്റാവുന്നത്ര മാക്സിമം സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞത്. ലെവൽ 1 ഇൻഫ്ലുവൻസർ ഉണ്ടാക്കാനുള്ള സ്റ്റെപ്സ് ഇത്രേ ഉള്ളൂ. അത് നമ്മൾ നമ്മുടെ ബേസ് ഇമേജ് ക്രിയേറ്റ് ചെയ്തു. ആ ബേസ് ഇമേജിൻ്റെ ഫേസ് വെച്ച് നമ്മൾ മൾട്ടിപ്പിൾ ഇമേജസ് ജനറേറ്റ് ചെയ്തു. ഞാനിവിടെ ബീച്ചിൽ നിൽക്കുന്ന ഇമേജാണ് ജനറേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഫ്ലുവൻസറിനെ എവിടെ വേണമെങ്കിൽ നിർത്താം. നിങ്ങൾ അതിനുള്ള പ്രോംപ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ ഇതിനകത്തുള്ള ഇൻപെയിൻറ്റ് ഔട്ട് പെയിൻറ്റ് ഫീച്ചർ നമ്മൾ നോക്കി. ലെവൽ 1 ട്യൂട്ടോറിയൽ ഇത്രേ ഉള്ളൂ. നമുക്ക് ബാക്കി ലെവൽ 2 നോക്കാം. ഇനി നമുക്ക് ലെവൽ 2 ഇൻഫ്ലുവൻസറിനെ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം. ലെവൽ 1 നമുക്ക് എല്ലാ ഇമേജിലും ഫേസ് മാത്രം സെയിം ആക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ലെവൽ 2 ആകുമ്പോൾ നമുക്ക് എല്ലാ ഇമേജിലും ഫേസ് ബോഡിയും സെയിം ആക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ലെവൽ 1 നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ആദ്യമേ ഒരു ബേസ് ഇമേജ് ജനറേറ്റ് ചെയ്തു. ആ ബേസ് ഇമേജ് യൂസ് ചെയ്ത് നമ്മൾ മൾട്ടിപ്പിൾ ഇമേജസ് ഉണ്ടാക്കിയെടുത്തു. അവിടെ നമ്മൾ യൂസ് ചെയ്തത് ഫേസ് സ്വാപ്പ് ആണ്. ഇവിടെ നമ്മൾ ഫേസ് സ്വാപ്പ് അല്ല ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ AI ഇൻഫ്ലുവൻസറിന് വേണ്ടി ഒരു AI മോഡൽ തന്നെ ഉണ്ടാക്കാൻ പോകണം. നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ടൂൾസ് എന്ന് പറഞ്ഞാൽ റെപ്ലിക്കേറ്റ്, പിനോക്കിയോ, കംഫ്യൂവേ. ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയൽ കാണിച്ച പോലെ ഇതിലും കാണിക്കും. നമുക്ക് ഇതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ആദ്യമേ നമ്മൾ ഫ്ലെക്സ് ഉപയോഗിച്ച് നമ്മുടെ AI ഇൻഫ്ലുവൻസറിൻ്റെ ഇമേജസ് ജനറേറ്റ് ചെയ്യിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഇമേജസ് വെച്ച് ഒരു AI മോഡൽ ട്രെയിൻ ചെയ്തെടുക്കുന്നു. എന്നിട്ട് ആ AI മോഡൽ ഉപയോഗിച്ച് നമ്മുടെ AI ഇൻഫ്ലുവൻസറിൻ്റെ ഇമേജസ് ഉണ്ടാക്കിയെടുക്കുന്നു. ഇതിപ്പോൾ കോംപ്ലക്സ് ആയിട്ട് തോന്നുമായിരിക്കും, പക്ഷേ ചെയ്യുമ്പോൾ സിമ്പിളായിരിക്കും. ഓക്കെ, എന്താണ് ഫ്ലെക്സ്? ഫ്ലെക്സ് എന്ന് പറഞ്ഞ ഒരു ഇമേജ് ജനറേഷൻ മോഡലാണ്. മിഡ്ജേണിയൊക്കെ പോലെ, മിഡ്ജേണി നമ്മൾ നേരത്തെ ചെയ്ത ഫോക്കസ് പോലൊക്കെ ഒരു ഇമേജ് ജനറേഷൻ മോഡലാണ് ഫ്ലെക്സ്. ഇപ്പം ഞാൻ ഫ്ലെക്സിൽ പോയിട്ട് എൻ്റെ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഫ്ലെക്സ് വേറെ ആരുടെയൊക്കെ ഇമേജ് ജനറേറ്റ് ചെയ്ത് തരും. കാരണം ഫ്ലെക്സിന് എന്നെ അറിയത്തില്ല. ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ AI ഇൻഫ്ലുവൻസറിനെയും. ഫ്ലെക്സിന് നിങ്ങളുടെ AI ഇൻഫ്ലുവൻസറിനെ അറിയത്തില്ല. അത് അറിയാൻ വേണ്ടിയാണ് നമ്മൾ AI ട്രെയിൻ ചെയ്യുന്നത്. എങ്ങനെ ട്രെയിൻ ചെയ്യിക്കുന്നത് വെച്ചാൽ നമ്മൾ ആദ്യമേ നമ്മുടെ AI ഇൻഫ്ലുവൻസറിൻ്റെ 10-15 ഇമേജ് ജനറേറ്റ് ചെയ്യും, പല പോസുള്ള. ഈ ഇമേജ് വെച്ചാണ് നമ്മൾ AI ട്രെയിൻ ചെയ്യിക്കുന്നത്. ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ലോറ ഫയൽ കിട്ടും. ഈ ലോറ നമ്മൾ ഫ്ലെക്സുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ ഫ്ലെക്സിന് നമ്മുടെ AI ഇൻഫ്ലുവൻസറിനെ മനസ്സിലാവും. പിന്നെ നമ്മൾ ജനറേറ്റ് ആൻ ഇമേജ് ഓഫ് നമ്മുടെ AI ഇൻഫ്ലുവൻസറിൻ്റെ പേര് പറഞ്ഞാൽ നമ്മുടെ AI ഇൻഫ്ലുവൻസറിൻ്റെ ഇമേജ് ജനറേറ്റ് ചെയ്തിട്ട് ഇതിനാണ് നമ്മൾ AI ട്രെയിൻ ചെയ്യിക്കുന്നത്. AI ട്രെയിനിങ്ങിന് ഏകദേശം 300 രൂപയോ. ഇതൊരു വൺ ടൈം കോസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ജനറേറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നിങ്ങളുടെ PC ലോക്കലായിട്ട് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇമേജ് ജനറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പവർഫുൾ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഈ AI ട്രെയിനിങ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഫ്രീ ആയിട്ട് ചെയ്യാം. അതെങ്ങനെ ചെയ്യാമെന്നുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. നമുക്കിനി ട്യൂട്ടോറിയലിലേക്ക് പോകാം. നമുക്ക് ലെവൽ 2 ഇൻഫ്ലുവൻസറിനെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമേ നമ്മൾ പ്രോസസ്സിൽ പറഞ്ഞല്ലോ, നമുക്ക് AI ട്രെയിൻ ചെയ്യാൻ നമുക്ക് പവർഫുൾ GPU വേണം. പവർഫുൾ GPU നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റെപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ സൈറ്റ് യൂസ് ചെയ്താണ് നമ്മൾ AI ട്രെയിൻ ചെയ്യുന്നത്. അവിടെ നമുക്ക് സൈനപ്പ് ചെയ്താൽ നമുക്ക് അവരുടെ GPU നമുക്ക് യൂസ് ചെയ്യാം റെൻറ്റിന്. അതിനാണ് 300 രൂപ കോസ്റ്റ് ആകുന്നത്. ഫുൾ ട്രെയിനിങ് ഏകദേശം $5, $6 ആ റേഞ്ചിൽ നിൽക്കും. നിങ്ങൾക്കൊരു പവർഫുൾ GPU ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് ലോക്കലൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. അതെങ്ങനെ ചെയ്യാമെന്നതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആദ്യമേ നമ്മുടെ പ്രോസസ്സ് എപ്പോഴത്തെയും പോലെ നമ്മുടെ AI ഇൻഫ്ലുവൻസറിൻ്റെ ബേസ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനാണ്. നിങ്ങൾ ആദ്യമേ റെപ്ലിക്കേറ്റിൽ പോവുക, സൈനപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബേസ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാണ്ട് ആദ്യമേ എക്സ്പ്ലോർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫ്ലക്സ് 1.1 Pro Ultra സെലക്ട് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ലെവലിൽ എങ്ങനെയാണോ AI ഇൻഫ്ലുവൻസറിനെ ക്രിയേറ്റ് ചെയ്തത് അതേ സെയിം പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ആദ്യമേ പ്രോംപ്റ്റ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് 1:1 ആക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് റൺ കൊടുക്കാം. ഇപ്പോൾ എനിക്ക് വേണ്ട AI ഇൻഫ്ലുവൻസറിൻ്റെ ഒരു ബേസ് ഇമേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ജനറേറ്റ് ചെയ്യുമ്പോഴേക്കും ഇമേജ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും ട്രൈ ചെയ്യാം. ഇപ്പോൾ ഞാനിത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ബേസ് ഇമേജ് ആയി. നമുക്കിനി ഈ സെയിം ക്യാരക്ടറിൻ്റെ പല പോസിലുള്ള ഇമേജസ് വേണം. അതിന് നമ്മൾ എക്സ്പ്ലോറിൽ പോവുക, കൺസിസ്റ്റൻ്റ് എന്ന് സെർച്ച് ചെയ്യും. ഇവിടെ ഈ കൺസിസ്റ്റൻ്റ് ക്യാരക്ടർ എന്ന് പറയുന്ന ഈ മോഡൽ സെലക്ട് ചെയ്യുക. ഈ മോഡലിൽ നിന്ന് നമുക്ക് ഒരു ഇമേജ് കൊടുത്താൽ അതിൻ്റെ പല പോസിലുള്ള ഇമേജസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ മോഡൽ ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ AI ഇൻഫ്ലുവൻസറിൻ്റെ പല പോസിലുള്ള ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ നമ്മുടെ AI ഇൻഫ്ലുവൻസറിൻ്റെ ഒരു ഇമേജ് കൊടുത്താൽ പല പോസിലുള്ള ഇമേജസ് ഇവിടെ ജനറേറ്റ് ആയിരിക്കും. നമുക്ക് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഇമേജ് അപ്ലോഡ് ചെയ്യാം.
അത് കഴിഞ്ഞ് ഇവിടെ ഔട്ട്പുട്ട് ഫോർമാറ്റ് JPG ആക്കുക. ഇവിടെ നമുക്ക് ജനറേറ്റ് കൊടുക്കാം. ഒരു ജനറേഷനിൽ 5 ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ ഇൻഫ്ലുവൻസറിൻ്റെ പല പല പോസിലുള്ള ഇമേജ് ജനറേറ്റ് ആയിട്ടുള്ളത് നമുക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്ക് മിനിമം ഒരു 10-15 ഇമേജസ് വേണം. അതുകൊണ്ട് ഇപ്പോൾ ഒരു ജനറേഷനിൽ 5 ഇമേജ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് 2-3 പ്രാവശ്യം ജനറേറ്റ് ചെയ്യണം. അടുത്ത പ്രാവശ്യം ജനറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രോംപ്റ്റ് മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ലെവൽ 2 ഇൻഫ്ലുവൻസർ ഉണ്ടാകാൻ കുറച്ച് കോംപ്ലക്സ് ആണ്, പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചാൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഇവിടെ ഇമേജ് ജനറേറ്റ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഏകദേശം ഒരു 10 ഇമേജ് ആയി കാണും. നമ്മൾ 15 ഇമേജ് ജനറേറ്റ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്യുക. ഒരു ഇമേജ് ജനറേറ്റ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ആദ്യം ഒരു ഇൻഫ്ലുവൻസറിൻ്റെ ബേസ് ഇമേജ് ജനറേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ പല പോസിബിൾ ഇമേജസ് ഉണ്ടാക്കിയെടുത്തു. ഇനി നമ്മൾ ഈ ഇമേജസ് കൊണ്ടാണ് മോഡലിനെ ട്രെയിൻ ചെയ്യിക്കുന്നത്. അതിനു മുന്നേ നമ്മൾ ഇതിനെല്ലാം ഒരൊറ്റ ഫയലിലാക്കണം. നിങ്ങളെ മോഡലിന് എന്താണോ പേര് കൊടുക്കുന്നത് ആ പേര് ഈ ഫയലിന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ലതെന്ന് തോന്നുന്ന ഇമേജസ് മാത്രം സെലക്ട് ചെയ്യുക. നമ്മൾ ജനറേറ്റ് ചെയ്ത 15 ഇമേജിൽ നമ്മൾ സെലക്ട് ചെയ്ത ഇമേജസ് എല്ലാം ഒരു ഫോൾഡറിലോട്ട് മാറ്റി നമ്മൾ ഇതിൻ്റെ എല്ലാം നെയിം നമ്മൾ നമ്മുടെ ഇൻഫ്ലുവൻസറിന് നമ്മൾ കൊടുക്കുന്ന പേരാക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ പേര് ഉപയോഗിച്ചായിരിക്കും ഇനി മോഡൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇമേജ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഇൻഫ്ലുവൻസറിൻ്റെ പേര് കൊടുക്കുകയാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ ഞാൻ എൻ്റെ ഇമേജസ് എല്ലാം ഒരു ഫയലിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ പേര് കൊടുക്കുമ്പോൾ എല്ലാത്തിനും സെയിം പേര് കൊടുക്കാൻ ശ്രമിക്കുക. ഫയലിനും ആ പേര് കൊടുക്കുക. അതിന് ഇതിനെ ഒരു സിപ്പ് ഫയലാക്കുക. എന്നിട്ട് നമുക്ക് ഇനി റെപ്ലിക്കേറ്റിലേക്ക് തിരിച്ചു പോവുക. ഇനി നമ്മൾ മോഡൽ ട്രെയിൻ ചെയ്യാൻ പോവാണ്. നമുക്ക് എക്സ്പ്ലോർ ക്ലിക്ക് ചെയ്യാം. താഴോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ഫൈൻ ട്യൂൺ ഫ്ലെക്സ് എന്ന് പറയുന്നതാണ്. അത് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ഫ്ലെക്സ് ടൈം ലോറ ട്രെയിനർ, ഇതിലാണ് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. താഴോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ഡെസ്റ്റിനേഷൻ കാണാം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ന്യൂ മോഡൽ കൊടുക്കുക. അതിൽ ഇവിടെ നിങ്ങളുടെ മോഡലിൻ്റെ പേര് കൊടുക്കുക. എന്താണ് നിങ്ങളുടെ മോഡലിൻ്റെ പേര് അത് കൊടുക്കുക. അപ്പം ഇവിടെ ഞാൻ സ്വാധീനം കൊടുത്തിട്ടുണ്ട്. പബ്ലിക്കോ പ്രൈവറ്റോ നിങ്ങൾക്ക് ആക്കാം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സിക്ക് ഫയൽ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഈ ട്രിഗർ വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണ് നിങ്ങളുടെ ഇൻഫ്ലുവൻസറിൻ്റെ പേര് അടിച്ചു കൊടുക്കേണ്ടത്. ഞാൻ എൻ്റെ ഇൻഫ്ലുവൻസറിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് ജനറേറ്റ് ആൻ ഇമേജ് ഓഫ് സ്വാതി എന്ന് പറഞ്ഞാലേ ഉള്ളൂ എൻ്റെ ഇൻഫ്ലുവൻസറിൻ്റെ ഇമേജ് ഫ്ലെക്സ് ജനറേറ്റ് ചെയ്ത് തരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഇൻഫ്ലുവൻസറിൻ്റെ പേര് ഇവിടെ കറക്റ്റായിട്ട് കൊടുക്കുക. ഇവിടെ ഈ ഓട്ടോ ക്യാപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മോഡൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ സേവ് ചെയ്യണം. സേവ് ചെയ്യാനായിട്ട് നമുക്ക് ഹഗിങ് ഫേസ് ഉപയോഗിക്കാം. നിങ്ങൾ ഹഗിങ് ഫേസിൽ പോവുക, സൈനപ്പ് ചെയ്തൊരു അക്കൗണ്ട് തുടങ്ങുക. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ മോഡൽ കൊടുക്കുക. ന്യൂ മോഡൽ കൊടുത്തിട്ട് നിങ്ങളുടെ മോഡലിൻ്റെ പേര് ഇവിടെ കൊടുക്കുക. എന്നിട്ട് പബ്ലിക്കോ പ്രൈവറ്റോ ആക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ്, പബ്ലിക് ആണെങ്കിൽ പബ്ലിക്. എന്നിട്ട് ക്രിയേറ്റ് മോഡൽ കൊടുക്കുക. ഇവിടെ ആയിരിക്കും നിങ്ങൾ ട്രെയിൻ ചെയ്ത മോഡൽ ഒന്ന് സേവ് ആകുന്നത്. അതിന് നിങ്ങൾ ഈ കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ റിപ്പോ ഐ ഡി പോയി പേസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ഹഗിങ് ഫേസിൻ്റെ ആക്സസ് ടോക്കൺ വേണം. അതിന് നമ്മൾ വീണ്ടും ഹഗിങ് ഫേസിലോട്ട് പോവുക. പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക, ആക്സസ് ടോക്കണിൽ പോവുക. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ന്യൂ ആക്സസ് ടോക്കൺ കൊടുക്കുക. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളെ ആക്സസ് ടോക്കൺ എന്തെങ്കിലും പേര് കൊടുക്കുക. ക്രിയേറ്റ് ടോക്കൺ കൊടുക്കുക. ഈ ടോക്കൺ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കാണാൻ പറ്റത്തുള്ളൂ. ഇതപ്പം തന്നെ കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് ഡൺ അടിക്കുക. എന്നിട്ട് തിരിച്ച് റെപ്ലിക്കേറ്റിൽ പോവുക. ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം.
ക്രിയേറ്റ് ട്രെയിൻ കൊടുത്താൽ മതി. നമ്മൾ കൊടുത്ത 13 ഇമേജസ് കൊണ്ടായിരിക്കും ഈ ലോറ ട്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഹഗ്ഗിങ് ഫേസിൽ വന്ന് കിടക്കും. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പിന്നെ യൂസ് ചെയ്യാം. ഇത്രയും കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല കോംപ്ലക്സ് ആയിട്ട് തോന്നും. പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്കൊന്നുകൂടെ ലെവൽ 2 ഇൻഫ്ലുവൻസറിനെ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള സ്റ്റെപ്പ് ഒന്നുകൂടെ പറയാം. ആദ്യമേ നമ്മൾ നമ്മുടെ ഇൻഫ്ലുവൻസറിൻ്റെ ബേസ് ഇമേജ് ഉണ്ടാക്കി, എന്നിട്ട് ആ ബേസ് ഇമേജ് വെച്ച് കൺസിസ്റ്റൻറ്റ് പോസ് ഉള്ള 10-15 ഇമേജസ് ഉണ്ടാക്കി, ആ ഇമേജസ് വെച്ച് നമ്മളൊരു മോഡലിനെ ട്രെയിൻ ചെയ്തു. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് റെപ്ലിക്കേറ്റിനകത്ത് തന്നെയാണ്. റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ പ്രോസസ്സും ഒരിടത്ത് വെച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ ട്രെയിനിങ് കഴിയുമ്പോൾ നമുക്കൊരു ലോറ ഫയൽ കിട്ടും. ഈ ലോറ ഫയൽ നമുക്ക് വേണമെങ്കിൽ റെപ്ലിക്കേറ്റിൽ തന്നെ റൺ ചെയ്യാം. പക്ഷേ റെപ്ലിക്കേറ്റിൽ ഓരോ ഇമേജ് ജനറേഷനും ചെറിയ ഫീ വരുന്നുണ്ട്. ഈ ഫീ ഒന്നും ഇല്ലാതെ എങ്ങനെ നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറിൽ അൺലിമിറ്റഡ് ഇമേജസ് ജനറേറ്റ് ചെയ്യാനാണ് അടുത്ത സ്റ്റെപ്പിൽ കാണിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ മോഡൽ ട്രെയിൻ ആയിട്ടുണ്ട്. നമുക്ക് റെപ്ലിക്കേറ്റിൽ തന്നെ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ റൺ ട്രെയിൻഡ് മോഡൽ കൊടുക്കുക. നമുക്കിവിടെ പ്രോംപ്റ്റ് കൊടുക്കാം. ഇവിടെ നമ്മുടെ ട്രിഗർ വേർഡ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ട്രിഗർ വേർഡ് എന്ന് പറഞ്ഞാൽ സ്വാതി. ഈ സ്വാതി എന്നുള്ള പേര് പറഞ്ഞാലേ ഉള്ളൂ നമ്മുടെ ഇൻഫ്ലുവൻസറിൻ്റെ ഇമേജ് ഇവിടെ ജനറേറ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. നമുക്കൊരു ഇമേജ് ജനറേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ജനറേറ്റ് ചെയ്ത് നോക്കാം. റെപ്ലിക്കേറ്റിൽ ഓരോ പ്രാവശ്യം ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതിന് ചെറിയ ഫീ ഉണ്ട്. ഫീ ഒന്നും ഇല്ലാതെ എങ്ങനെ ഫ്രീ ആയി ഇമേജ് ജനറേറ്റ് ചെയ്യാമെന്ന് അടുത്ത സ്റ്റെപ്പിൽ കാണിച്ചു തരാം. ഇമേജ് ജനറേറ്റ് ആണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ലോക്കലായിട്ട് റൺ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക. മോഡൽ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ഹഗ്ഗിങ് പേജിലോട്ട് ആദ്യമേ പോകണം. ഹഗ്ഗിങ് പേജിൽ പോയിട്ട് നമ്മുടെ പ്രൊഫൈലിലേക്ക് പോവുക. നമ്മുടെ മോഡൽ സെലക്ട് ചെയ്യുക. ഇവിടെ ഫയൽസ് ആൻഡ് വേർഷൻസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ലോറ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മുടെ പി സിയിൽ ഫ്രീ ആയി ഇമേജ് ജനറേറ്റ് ചെയ്യുകയെന്നാണ്. അതിന് നമ്മൾ ആദ്യം പിനോക്കിയോയിലോട്ട് പോകാം. പിനോക്കിയോ നിങ്ങൾക്ക് കഴിഞ്ഞ സ്റ്റെപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിനോക്കിയോയുടെ കമ്പ്യൂട്ടറിൽ നിന്ന് പോയി ഡൗൺലോഡ് ചെയ്യാനേ ഉള്ളൂ. പിനോക്കിയോ പോയിട്ട് ഡിസ്കവറിൽ പോവുക, കംഫി UA എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഇത് ഡൗൺലോഡ് ചെയ്യാൻ നല്ല സമയം എടുക്കും. കുറേ മോഡൽസ് എല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാറുണ്ട്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. കാണുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് പോകുന്നു, വലിയ പാടൊന്നുമില്ല, ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇത്രയെന്ന് പറയുന്നത് സിമ്പിളായിട്ടൊരു ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ്. ഇവിടെ നമ്മൾ ആദ്യമേ നമ്മുടെ ഇമേജ് ജനറേഷൻ മോഡൽ ലോഡ് ചെയ്യും. ഇവിടെ നമ്മുടെ പ്രോംപ്റ്റ് കൊടുക്കും. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം നമുക്കിവിടെ നമ്മുടെ ഇമേജ് കിട്ടും. ഇതൊരു ബേസിക് ഫ്ലെക്സ് മോഡലാണ്. ഫ്ലെക്സ് മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു ഇമേജ് ജനറേഷൻ മോഡലാണ്. ഈ ഫ്ലെക്സിലേക്ക് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ലോറ ഫയൽ ആഡ് ചെയ്താലേ ഉള്ളൂ നമ്മുടെ ഇൻഫ്ലുവൻസറിൻ്റെ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന് മുമ്പേ നമുക്ക് ആദ്യമേ ഈ ലോറ എവിടെയാണ് സേവ് ചെയ്യേണ്ടത് നോക്കാം. നിങ്ങൾ ആദ്യമേ ഈ ഫയൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ വ്യൂ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. പിനോക്കിയോയിലേക്ക് പോവുക, ഡ്രൈവ് ക്ലിക്ക് ചെയ്യുക, പിന്നെ ഡ്രൈവ്സ് ക്ലിക്ക് ചെയ്യുക, പിയേഴ്സ് ക്ലിക്ക് ചെയ്യുക, ഈ ഫയൽ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് ലോറാസ് എന്ന് പറയുന്ന ഫയലിലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ലോറ കൊണ്ട് പേസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ പേസ്റ്റ് ചെയ്താലേ ഉള്ളൂ നമുക്ക് നമ്മുടെ മോഡൽ കറക്റ്റായിട്ട് നടത്തുള്ളൂ. ഈ ഫയൽ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി പേസ്റ്റ് ചെയ്യുക. നമ്മൾ കംഫ്യൂവേ ഡൗൺലോഡ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആയ മോഡൽസ് എല്ലാം ഇവിടെ ഈ ചെക്ക് പോയിന്റ്സിലായിരിക്കും വന്ന് കിടക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും എറർ വരുവാണെങ്കിൽ ഇവിടെ ഈ മോഡലൊക്കെ ഉണ്ടോ, ഇതിൻ്റെ സൈസ് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഒന്നുകൂടെ ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്ക് ആദ്യമേ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ലോറ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഒന്നുകൂടെ ഫയൽ കാണിച്ചു തരാം. പിനോക്കിയോ, ഡ്രൈവ്സ്, ടിയേഴ്സ്, ഇനി ഈ ഫയൽ, ഇതിനകത്ത് ലോറ. ഇവിടെയാണ് നമ്മൾ ഫയൽ പേസ്റ്റ് ചെയ്യേണ്ടത്. ഇതായി. ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി നമുക്കൊന്നുകൂടെ കംഫ്യൂവേ റീസ്റ്റാർട്ട് ചെയ്യാം. നമുക്കിതിലേക്ക് നമ്മുടെ ലോറ ആഡ് ചെയ്യണം. അതിന് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് നോഡ് കൊടുക്കുക, നോഡേഴ്സ് ക്ലിക്ക് ചെയ്യുക, നോഡ് ലോറ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ലോഡ് ലോറ എന്ന് പറയുന്നൊരു പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട്. ഇതിങ്ങനെ നിൽക്കുക, ഇതെല്ലാം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനിയുള്ള സ്റ്റെപ്പ് നോക്കി ചെയ്യുക. നമുക്ക് ഈ മോഡലിൽ നിന്ന്
ഒരു വള്ളി എടുത്ത് ഇങ്ങോട്ട് വെക്കുക. ഈ ക്ലിപ്പിൽ നിന്ന് ഒരു വള്ളി എടുത്ത് ഇങ്ങോട്ട് വെക്കുക. ഈ ക്ലിപ്പിൽ നിന്നുള്ള അടുത്ത വള്ളി എടുത്ത് ഇങ്ങോട്ട് വെക്കുക. പിന്നെയുള്ള വള്ളി എടുത്ത് ഇതിൻ്റെ താഴത്തെ എല്ലിലേക്ക് വെക്കുക. വേറൊരു കാര്യം ചെയ്യാനുണ്ട്. ഈ മോഡലിൽ നിന്ന് കെ സാമ്പിളറിലേക്ക് ഒരു നോഡ് വരയ്ക്കുക. ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഇനിയും ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ നിങ്ങളുടെ മോഡൽ ലോഡായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ ലോറ ഇവിടെ സെലക്ട് ചെയ്യുക. കുറേ ലോറ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലോറ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ പ്രോംപ്റ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾ എത്ര സ്റ്റെപ്പാണ്, ഇവിടെ നിങ്ങൾക്ക് സ്റ്റെപ്സ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുക. സ്റ്റെപ്പ് കൂടുന്നതനുസരിച്ച് അത്രയും ക്വാളിറ്റി കൂടും, ജനറേറ്റ് ചെയ്തെടുക്കാൻ സമയം കൂടും. സ്റ്റെപ്പ് കുറച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ജനറേറ്റ് ആവും. നമുക്ക് 20 തന്നെ കൊടുക്കാം. നമുക്ക് ജനറേറ്റ് ചെയ്ത് നോക്കാം. ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ക്യൂബ് പ്രോംപ്റ്റ് ക്ലിക്ക് ചെയ്യുക. എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പച്ച കളർ കാണാം. അത് കഴിഞ്ഞിട്ട് പിന്നെ പയ്യെ എല്ലാം ലോഡായി ഇവിടെ ഫുൾ ആകുമ്പോഴേക്കും നമുക്കിവിടെ ഇമേജ് ജനറേറ്റ് ആകും. ഇത് നമ്മുടെ ലോക്കൽ PC റൺ ചെയ്യുന്നതുകൊണ്ട് കുറേ സമയം എടുക്കും ജനറേറ്റ് ആകാനായിട്ട്. നിങ്ങൾക്ക് സമയം ചെറിയ ഫീ കൊടുത്ത് റെപ്ലിക്കേറ്റ് നിന്ന് തന്നെ ഇമേജ് ജനറേറ്റ് ചെയ്യാം. നമുക്കിവിടെ ഇമേജ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ AI മോഡൽ ഒരു ബ്ലാക്ക് സാരിയിലുള്ള ഇമേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം കിട്ടുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. നിങ്ങൾ പിന്നെയും ട്രൈ ചെയ്താണ് ട്രയൽ ആൻഡ് എറർ വഴിയാണ് പെർഫെക്റ്റ് ഇമേജ് കിട്ടുന്നത്. എല്ലാവരും ഇതുപോലൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് പെർഫെക്റ്റ് ഇമേജ് ജനറേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ലെവൽ 2 AI ഇൻഫ്ലുവൻസറെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിച്ചു. ഇനി നമുക്ക് ലെവൽ 3ലേക്ക് പോകാം. നിങ്ങൾ വീഡിയോയുടെ ഇത്രയും കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രിയേറ്റർ ആകാനോ അല്ലെങ്കിൽ AI ഇൻഫ്ലുവൻസർ ആകാനോ താല്പര്യമുണ്ട്. നിങ്ങൾ ആ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യണമെങ്കിൽ 10x ഫാസ്റ്റ് ആക്കാൻ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റേഴ്സിന് വേണ്ടി മാത്രം ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് പെയ്ഡ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ നിങ്ങളെപ്പോലുള്ള ലൈക്ക് മൈൻഡഡ് ക്രിയേറ്റേഴ്സിൻ്റെ കൂടെ കണ്ടന്റ് ക്രിയേഷനെ പറ്റി എല്ലാം പഠിക്കാനും ഗ്രോ ചെയ്യാനും പറ്റും. ഈ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിലേക്കെല്ലാം ഫ്രീ ആക്സസ് കിട്ടും. കണ്ടന്റ് ക്രിയേഷൻ്റെ ബേസിക്സ് എന്നുള്ള A to Z വരെ പഠിപ്പിക്കുന്ന കോഴ്സും കണ്ടന്റ് ക്രിയേഷനിലേക്ക് എങ്ങനെ AI ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന പഠിപ്പിക്കുന്ന കോഴ്സും ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് അവൈലബിൾ ആണ്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഇനി നമുക്കൊരു ലെവൽ 3 ഇൻഫ്ലുവൻസറാണ് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ലെവൽ 1 എല്ലാ ഇമേജിലും ഫേസ് മാത്രം ഒരുപോലെ ആയാൽ മതി. ലെവൽ 2 എല്ലാ ഇമേജിലും ഫേസും ബോഡിയും ഒരേപോലെയാണ്. ലെവൽ 3 ഇമേജസിലും മാത്രം ഫേസും ബോഡിയും ഒരേപോലെ ആയാൽ പോരാ, വീഡിയോസിലും ആകണം. ഈ HOD AI പോലെ. പക്ഷേ വീഡിയോസിൽ എങ്ങനെ നമ്മൾ കൺസിസ്റ്റന്റ് ബോഡി ഫേസും കൊണ്ടുവരും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോസ് എല്ലാം എടുക്കുന്ന ഒരു റിയൽ ഹ്യൂമൻ ആണ്. ആ റിയൽ ഹ്യൂമൻ വീഡിയോ എടുക്കുന്നു, നമ്മളത് ഡീഫേക്ക് ചെയ്ത് നമ്മുടെ AI ഇൻഫ്ലുവൻസർ ആക്കി മാറ്റുന്നു. നമ്മൾ ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറഞ്ഞാൽ പിനോക്കിയോ, ഫേസ് ഫ്യൂഷൻ. നിങ്ങൾ സീരിയസ് ആയിട്ട് ഒരു AI ഇൻഫ്ലുവൻസറെ ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വീഡിയോസിന് വേണ്ടി ഒരു മോഡലിനെ ഹയർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ചുമ്മാ ടെസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് വീഡിയോയോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആരുടെയിലേക്ക് റീൽസ് എടുത്ത് ടെസ്റ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു റിയൽ പേഴ്സൺ ആയിരിക്കും ഇവിടെ വീഡിയോ എടുക്കുന്നത്. ആ റിയൽ പേഴ്സൻ്റെ വീഡിയോ നമ്മൾ ഡീപ് ഫേക്ക് ചെയ്ത് നമ്മുടെ AI ഇൻഫ്ലുവൻസറിൻ്റെ ഫേസ് കയറ്റുന്നതാണ്. ഇത് നമ്മുടെ PC ഫ്രീ ആയി റൺ ചെയ്യാൻ പറ്റും. നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് പോകാം. ഇത് നമ്മൾ ചെയ്യുന്നത് പിനോക്കിയോയിലാണ്. ആദ്യം നിങ്ങളെ ഡീപ് ഫേക്ക് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ ഫ്രണ്ടിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു മോഡലിനെ കൊണ്ടോ എടുപ്പിച്ച ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ ഇവിടെ ടെസ്റ്റിങ്ങിന് വേണ്ടി ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ആദ്യമേ നിങ്ങൾ ഡിസ്കവറിലേക്ക് പോവുക. ഡിസ്കവറിൽ പോയി ഫേസ് ഫ്യൂഷൻ സെർച്ച് ചെയ്യുക. ഇത് ആദ്യമേ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. ഇത് കഴിഞ്ഞ സ്റ്റെപ്പിനേക്കാളും ഫെയർലി സിമ്പിളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ AI ഇൻഫ്ലുവൻസറിൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കും. ഇവിടെ നമുക്ക് ഡീപ് ഫേക്ക് ചെയ്യേണ്ട വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. ഇവിടെ നമുക്ക് പ്രിവ്യൂ ചെയ്യണം. നമുക്കൊരെണ്ണം ചെയ്ത് നോക്കാം. നമ്മുടെ AI ഇൻഫ്ലുവൻസറിൻ്റെ ഇമേജ് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ഡീപ് ഫേക്ക് ചെയ്യേണ്ട വീഡിയോ കൊടുക്കാം. ഇവിടെയാണ് പ്രിവ്യൂ കാണുന്നത്. ഇത് ലോഡാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രിവ്യൂ കാണാം. ഇവിടെ ഫേസ് ചേഞ്ച് ആയത് നമുക്ക് കാണാം. നമ്മുടെ AI ഇൻഫ്ലുവൻസറിൻ്റെ ഫേസ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ക്വാളിറ്റി ഭയങ്കര കുറവാണ്. നമുക്ക് ഫ്രെയിം ഓടിച്ച് നമുക്ക് കാണാം. പക്ഷെ ക്വാളിറ്റി ഭയങ്കര കുറവാണ്. ഈ ക്വാളിറ്റി കൂട്ടാനാണ് നമുക്കിവിടെ ഫേസ് എൻഹാൻസറെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫേസ് എൻഹാൻസർ ലോഡായി കഴിയുമ്പോഴേക്കും നമ്മുടെ ഫേസിന് ഒരുമാതിരി ക്വാളിറ്റി കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഫ്രെയിം എൻഹാൻസർ. ഫ്രെയിം എൻഹാൻസർ ക്ലിക്ക് ചെയ്താൽ ഈ എല്ലാ ഫ്രെയിമും എൻഹാൻസ് ആയി കിട്ടും. ഇപ്പോൾ നമുക്ക് ഇച്ചിരിയുടെ ബെറ്റർ ക്വാളിറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ലിപ്സിങ്ക് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയ്ക്ക് ഓൾറെഡി ഒരു ഓഡിയോ ഉണ്ട്. ആ ഓഡിയോയ്ക്ക് അനുസരിച്ച് തന്നെ ഇവിടെ ലിപ്സിങ്ക് വരും. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമേ ഇവിടെ നിങ്ങളുടെ AI ഇൻഫ്ലുവൻസറിൻ്റെ ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക.
അത് കഴിഞ്ഞ് നിങ്ങളുടെ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഫേസ് വാപ്പർ ക്ലിക്ക് ചെയ്യുക, ഫേസ് എൻഹാൻസർ ക്ലിക്ക് ചെയ്യുക, ഫ്രെയിം എൻഹാൻസർ ക്ലിക്ക് ചെയ്യുക. ഇത്രയും മൂന്നുമാണ് മെയിൻ സെറ്റിങ്സ്. ഇത്രയും ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഓരോ ഫ്രെയിമും പ്രിവ്യൂ ചെയ്ത് കാണാൻ പറ്റും. പിന്നെ ഫേസ് ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ സ്ക്രീനിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേറെ റെഫറൻസ് പേജ് വരും. നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്യേണ്ട ഫേസ് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴോട്ട് വന്നാൽ ബോക്സ്, ഒക്കൾഷൻ, റീജിയൻ. ഇതിപ്പം ഈ ഫേസ് സെലക്ഷൻ മോഡാണ്. ഇപ്പോൾ നിങ്ങളുടെ ഫേസിൽ കണ്ണാടി വല്ലതും ഉണ്ടെങ്കിൽ എങ്ങനെ ഫേസ് സ്വാപ്പ് ചെയ്യാം. അങ്ങനെ കണ്ണാടി വല്ലതും ഉണ്ടെങ്കിൽ ഈ ഒക്കൾഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് കണ്ണാടിയുടെ താഴെ നമ്മുടെ ഇൻഫ്ലുവൻസറിൻ്റെ ഫേസ് വരും. നമുക്ക് ഡിഫൈൻ ചെയ്യാണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ലോക്കലായിട്ട് നമ്മുടെ VC റൺ ആവുന്നതുകൊണ്ട് നല്ല സമയം എടുക്കും ഇത് ജനറേറ്റ് ആകാനായിട്ട്. ഇതായിരുന്നു ഞാൻ കൊടുത്ത വീഡിയോ. ഒരു പേജായിരുന്നത്, ഒരു ഇൻസ്റ്റയിലാണ് ഞാൻ ആക്ച്വലി ആ വീഡിയോ കണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ആളുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ജനറേറ്റ് ആകുന്ന വരെ വെയിറ്റ് ചെയ്യാം. വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വീഡിയോ നോക്കാം. ഒരു പേജായിരുന്നത്, ഒരു ഇൻസ്റ്റയിലാണ് ഞാൻ ആക്ച്വലി ആ വീഡിയോ കണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ആളുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ. നമ്മുടെ ഇൻഫ്ലുവൻസറിൻ്റെ ഫേസ് വെച്ച് തന്നെ നമുക്ക് ഡീഫേക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ വീഡിയോയെ ഇൻഫ്ലുവൻസറിൻ്റെ ഫേസ് വെച്ച് ഡീഫേക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മളൊരു ലെവൽ 3 ഇൻഫ്ലുവൻസറിനെ പോലെ വീഡിയോയിലും കൺസിസ്റ്റൻറ്റ് ബോഡിയും ഫേസും കൊണ്ടുവരാൻ പഠിച്ചു. ഇപ്പോൾ നിങ്ങൾക്കൊരു ഇൻഫ്ലുവൻസറിനെ ഉണ്ടാക്കാൻ അറിയാം. ലെവൽ 1 ലെവൽ 2 ലെവൽ 3 ഏത് മെത്തേഡ് വെച്ച് വേണമെങ്കിലും നിങ്ങൾക്കൊരു ഇൻഫ്ലുവൻസറിനെ ഉണ്ടാക്കാം. ഇനി എങ്ങനെ ഇതിനെ മോണിറ്റൈസ് ചെയ്യും, അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. മോണിറ്റൈസ് ചെയ്യുന്നതിന് മുമ്പേ ഇതെങ്ങനെ ഗ്രോ ചെയ്യാൻ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഇൻഫ്ലുവൻസർ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് മാത്രമായില്ല, അക്കൗണ്ട് ഗ്രോ ചെയ്യണം. ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെ ഗ്രോ ചെയ്യാനായിട്ട് 2 വഴിയുണ്ട്. ഒന്നാമത് ട്രെൻഡ് ഹോപ്പിംഗ്. ഈ അശ്വതി അച്ചു, നൈന അവതാർ ഇങ്ങനത്തെ അക്കൗണ്ടൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവർ ട്രെൻഡിനനുസരിച്ച് മൂവ് ചെയ്യുന്നുണ്ട്. ട്രെൻഡിങ് റീൽസ് വന്നാൽ അവർ അത് ചെയ്യും, ട്രെൻഡിങ് ന്യൂസ് വന്നാൽ അവർ ചെയ്യും. അങ്ങനെ അവർ പുതിയ ട്രെൻഡിനനുസരിച്ച് അവർ കണ്ടന്റ് ഇറക്കും. അതുപോലെ ട്രെൻഡിനനുസരിച്ച് കണ്ടന്റ് ഇറക്കിയാൽ നിങ്ങൾക്കും ഗ്രോ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മെത്തേഡാണ് പോസ്റ്റ് ബെറ്റർ കണ്ടന്റ്സ്. അത് സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങൾ ബിഗിനറാണ്, കണ്ടന്റ് ക്രിയേഷനെ പറ്റി ഒന്നും അറിയില്ല, ഞങ്ങളുടെ ക്രിയേറ്റേഴ്സിന് വേണ്ടി മാത്രമുള്ള പെയ്ഡ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ. അവിടെ നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേഷൻ്റെ ബേസിക്സ് മുതൽ A to Z വരെ പഠിപ്പിക്കുന്ന കോഴ്സ് ഫ്രീ ആയി അവൈലബിൾ ആണ്. ഇനി നമുക്ക് എങ്ങനെ മോണിറ്റൈസ് ചെയ്യാം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഗ്രോ ചെയ്തു, ഇനി എങ്ങനെ മോണിറ്റൈസ് ചെയ്യാൻ 3 വഴികളുണ്ട്. ഒന്നാമത്തെയാണ് ബ്രാൻഡ് പാർട്ണർഷിപ്പ്. കൈറ വെനുവിനെ പോലെ നിങ്ങൾ ഗ്രോ ആയാലും നിങ്ങൾക്ക് വലിയ ബ്രാൻഡ്സുമായിട്ട് പാർട്ണർഷിപ്പ് ചെയ്യാൻ പറ്റും. ഈ ഇൻഫ്ലുവൻസർ ബോട്ടുമായിട്ട് പാർട്ണർഷിപ്പ് ചെയ്തു, റിയൽമി ആയിട്ട് പാർട്ണർഷിപ്പ് ചെയ്തു. ഇവരെപ്പോഴും നല്ലപോലെ ഗ്രോ ആണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ബ്രാൻഡ് പാർട്ണർഷിപ്പിൽ നിന്ന് ഫണ്ട് ഉണ്ടാക്കാം. രണ്ടാമത്തെയാണ് പെയ്ഡ് കൊളാബറേഷൻസ്. മലയാളി ഇൻഫ്ലുവൻസറായ അശ്വതി അച്ചു ഇടയ്ക്ക് ഓക്സിജനുമായിട്ടൊരു പെയ്ഡ് കൊളാബറേഷൻ നടത്തി. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഫ്ലുവൻസറിനെ മോണിറ്റൈസ് ചെയ്യാം. മൂന്നാമത്തേത് സെൽ എക്സ്ക്ലൂസീവ് കണ്ടന്റ്സ്. പുറത്തുള്ള മിക്ക ഇൻഫ്ലുവൻസേഴ്സും ഇങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഓൺലി ഫാൻസ്, പക്ഷേ AI വേണ്ടി. പക്ഷേ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങളൊന്ന് ശ്രമിച്ചാൽ ബ്രാൻഡ് പാർട്ണർഷിപ്പും പെയ്ഡ് കൊളാബറേഷനിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യത്തിന് റവന്യൂ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ഇൻഫ്ലുവൻസറിനെ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ തുടങ്ങണം. മാർക്കറ്റ് ഒട്ടും സാച്ചുറേറ്റഡ് അല്ല. ഇപ്പോൾ തുടങ്ങിയാൽ ക്ലിക്കാകാം, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ നിങ്ങളൊരു ബിഗിനർ കണ്ടന്റ് ക്രിയേറ്ററോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസറോ ആണെങ്കിൽ ഗ്രോ ചെയ്യാൻ പാടായിരിക്കും. പക്ഷേ ഒരു പ്രോപ്പർ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ലൈക്ക് മൈൻഡ് ക്രിയേറ്റേഴ്സിൻ്റെ കൂടെ നിന്ന് ഗ്രോ ആണെങ്കിൽ ഞങ്ങളുടെ പെയ്ഡ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആകും. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്താൽ കണ്ടന്റ് ക്രിയേഷൻ്റെ ബേസിക്സ് മുതൽ A to Z വരെ പഠിപ്പിക്കുന്ന കോഴ്സും കണ്ടന്റ് ക്രിയേഷനിലേക്ക് എങ്ങനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന പഠിപ്പിക്കുന്ന കോഴ്സും ഫ്രീ ആയി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജോയിൻ ആവണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും വാല്യൂ കിട്ടിയെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ.